ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്ന് വരാനിരിക്കുന്ന ഒരു ഫുൾ വിശേഷം കേട്ടാലോ? നമ്മുടെ ഭൂമിയുടെയും അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭവാനിനെയും അഞ്ജനെയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ സൗഭാഗ്യപുരം തറവാട്ടിൽ ഇന്ന് വലിയൊരു പൂജ നടക്കുകയാണ്. വർഷം വർഷം തോറും ചെയ്യുന്ന ഒരു പൂജയാണ്. അപ്പൊ ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അഞ്ജനേനെ പ്രത്യേകിച്ച് വിളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അജയുടെയും അഞ്ജനയുടെയും ജാതകങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ചേർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു ഉറപ്പിക്കൽ പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മുടെ സൗഭാഗ്യമ്മ ഇരിക്കുന്നത്. അങ്ങനെ പൂജയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സമയം നമ്മുടെ ഭവാനി അഞ്ജനയുടെ അടുത്ത് ചെന്നിട്ട് പറയും, ദേ നിന്നോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്ന എന്താന്ന് വെച്ചാല്, അമ്മ തന്നിക്കുന്ന ഒരു മാലയുണ്ട്. ആ മാല നീ കഴുത്തിൽ ഇട്ടിട്ട് വേണം താഴെ പൂജയ്ക്ക് അങ്ങോട്ട് വരാൻ. പിന്നെ എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ, പിന്നെ എന്തിനാ അമ്മ എന്നെ നിർബന്ധിക്കുന്നതെന്ന് അഞ്ജന ചോദിക്കും. എടി മോളെ, നിനക്കും നമ്മുടെ അഭിരാമിക്കും മാത്രമാണ് ഈ മാല ആകെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും ഇടണം. അപ്പൊ അഞ്ജന ചോദിക്കും, അല്ലമ്മേ ശരിക്കും ഈ അഭിരാമി ഇപ്പോ ജീവനോടെ ഉണ്ടോ? അപ്പോഴേക്കും നമ്മുടെ ഭവാനിയുടെ ഉള്ളൊന്ന് കത്തയാണ്. കാരണം അഭിരാമിയെ കൊണ്ടുപോയി കൊല്ലാൻ ഏൽപ്പിച്ചതൊക്കെ ആരാണ്? നമ്മുടെ ഭവാനിയാണ്. അപ്പൊ അഞ്ജനയുടെ ആ ചോദ്യത്തിന് ഭവാനി ഒരു നിമിഷം പകച്ചു നിൽക്കണം. അപ്പോഴേക്കും ഭവാനി ആ പഴയ കാര്യം ഓർക്കുകയാണ്. അച്യുതനെ വിളിച്ചു വരുത്തുന്നതും ഈ അഭിരാമിനെ 2.5 വയസ്സായ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോഴേക്കും ഭവാനി പെട്ടെന്ന് മൈൻഡ് മാറിയിട്ട്, നീ ഇപ്പൊ അതൊന്നും ചോദിക്കണ്ട, നീ വേഗം റെഡിയായിട്ട് താഴേക്ക് ഇങ്ങ് വാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അഞ്ജന പറഞ്ഞു, അതെ അജയ്ക്ക് എന്നോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതെന്താ മോളെ അങ്ങനെ? അതറിയില്ല, എന്നെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അമ്മ എന്ന് പറയുന്നുണ്ട്. നീ അതൊക്കെ വേണ്ടുന്ന പോലെ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് ഇടിച്ച് കയറിക്കണം. കാരണം എന്ന് വെച്ചാൽ നിനക്കറിയാലോ, സത്യന്റെയും അതുപോലെ തന്നെ സംഗീതയുടെയും അതുപോലെ തന്നെ മുത്തശ്ശിയുടെയും ഈ എല്ലാ സ്വത്തുക്കളും നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ എവരെ നമ്മൾ വിവാഹം കഴിച്ചാൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് നീ എത്ര റിസ്ക് എടുത്തിരുന്നാലും നീ അത് വേണ്ടുന്ന പോലെ അവനെ നിന്നിലോട്ട് എത്തിച്ചോണോ എന്നൊക്കെ ഭവാനി ഉപദേശം കൊടുക്കുകയാണ്. അപ്പൊ അഞ്ജനയ്ക്ക് ഒരു വാശി പോലെയാണ്. കാരണം അമ്മേ, ഞാൻ എന്തായാലും അജയനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി, എന്റെ പരിധിയിൽ ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കുമെന്ന് അഞ്ജന ഭവാനിയോട് പറയണം. എന്നിട്ട് ആ മാല ഭവാനിയെ നമ്മുടെ അഞ്ജനേനെ ഏൽപ്പിച്ചിട്ട് താഴോട്ട് പോവേണം കേട്ടോ. അപ്പം അഞ്ജന ആ മാല എടുത്ത് നോക്കിയിട്ട്, പിന്നെ കിളവിയുടെ ഒരു മാല എന്ന് പറഞ്ഞിട്ട് അതിനെ വലിച്ചങ്ങോട്ട് എറിയണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അംബികയും അച്യുതനെയും കാണിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും നമ്മുടെ ഭൂമി പുതിയ ഹാഫ് സാരി, നല്ല നീല കളറിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹാഫ് സാരിയൊക്കെ നമ്മുടെ അച്യുതൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉടുത്ത് കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും തിടുക്കത്തിന് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭൂമി നല്ല സുന്ദരിയായിട്ട് ആ ഹാഫ് സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് കമ്മലും മാലയും പൂവൊക്കെ വെച്ച് നിറച്ചും കുപ്പിവളയൊക്കെ ഇട്ട് വരുന്ന കണ്ടിട്ട് അച്യുതനും അംബികയും വാ പൊളിച്ച് ഇങ്ങനെ നിൽക്കണ്. നോക്കടി, എന്റെ മോള് സുന്ദരിയായിട്ട് എന്റെ മോള് വരുന്ന നോക്കടിന്ന്. അപ്പോഴേക്കും അംബിക പറയും, ശരിയാട്ടോ, എന്റെ മോള് നല്ല സുന്ദരിയായിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് കണ്ണ് വെക്കണ്. അപ്പോഴേക്കും ഭൂമി വന്നിട്ട് ചോദിക്കും, അല്ല എന്താണ് രണ്ടും കൂടെ എന്നെ കണ്ണു വെക്കണേ? ആ വാ പൊളിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഭൂമി കളിയാക്കാണ്. എന്റെ മോള് നല്ല സുന്ദരിയാ. എടി അംബികയെ, ബുദ്ധിയിലാണെങ്കിൽ എന്റെ മോള് നല്ല പോലീസുകാരിയെ പോലെയാണ്. സൗന്ദര്യത്തിലാണെങ്കിൽ ഐശ്വര്യ റോയ് മാറി നിൽക്കും. സ്വഭാവോ മദർ തെരേസ. എന്റെ പൊന്നച്ച, അത്രയ്ക്ക് വേണോ? എന്നാ വേണ്ടല്ലേ മോളെ, അത്രയ്ക്കും വേണ്ട. എന്നാ വേണ്ട. അതെ, മദർ തെരേസനെ ഒന്നും എന്നോട് ചേർത്ത് പറയാൻ നിൽക്കല്ലേ എന്റെ അച്ചു അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അച്യുതനെ വഴക്ക് പറയണം കേട്ടോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഭൂമി പറയും, അയ്യോ സൗഭാഗ്യപുരത്തേക്ക് പോകാനുള്ള സമയമായി, അമ്മ എല്ലാം എടുത്തു വെക്ക്, ഇപ്പൊ തന്നെ സമയം ഇത്ര ആയെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ അംബിക പറയും, മോളെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി നീ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഉണ്ണിയപ്പവും മറ്റു സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പം ഭൂമി നേരെ അച്യുതന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നേ, ഇപ്പം മുഖത്തുള്ള ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ അച്ഛന്റെ മുഖത്ത് എപ്പോഴും വേണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് നല്ല മനോധൈര്യം കിട്ടി നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. പിന്നെ 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 അത് ശരിയാട്ടോ. അപ്പൊ എപ്പോഴും നല്ല സന്തോഷമായിട്ട് മനോധൈര്യത്തോടു കൂടി ഇരിക്കണം. പറഞ്ഞേട്ടല്ലോ? ശരിയാ. അച്ഛാ,
ദേ ഞാൻ ശരിക്കും കാര്യമായിട്ട് പറഞ്ഞതായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അച്യുതന് കുറച്ച് ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി സാധനങ്ങളൊക്കെ ആയിട്ട് ഭൂമിയുടെ സ്വന്തം തറവാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഭൂമി പോകുന്നത്. ഭൂമിക്ക് ഇതിനെക്കുറിച്ച് തന്റെ തറവാടാണെന്നോ ഒന്നും ഭൂമിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ. അങ്ങനെ പോവാണ്. അപ്പൊ നമ്മുടെ അച്യുതനും അംബികയും കൂടെ പറയുന്നുണ്ട്, അതെ നമ്മളെ മോള് ആദ്യം ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ട് പിന്നെ സിനിമ കയറും. അപ്പൊ അച്യുതൻ പറയും, അതെ എന്റെ മോള് ആദ്യം തന്നെ സിനിമയിൽ കയറിയാൽ മതി. അതെ നാടകത്തിന് എന്താ കുഴപ്പം? അല്ല അംബികയെ, നാടകത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ എന്റെ മോളുടെ സൗന്ദര്യം വെച്ചിട്ട് അവള് സിനിമയിൽ അഭിനയിക്കണം നല്ലത്. അപ്പോഴേക്കും ഭൂമി പറയുന്നേ, രണ്ടുപേരും കൂടെ കുറെ നേരമായിട്ടുണ്ട്, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭൂമി കുറച്ച് കുറുമ്പത്തരമൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭൂമി പോവാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഭൂമി ആ തറവാട്ടിലോട്ട് ചെല്ലാണ്. അപ്പൊ ചെല്ലുമ്പോ തന്നെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തുറക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ സൗഭാഗ്യപുരത്താണെങ്കിലും മുത്തശ്ശി പൂജയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയാണ്. അപ്പൊ അവിടുത്തെ സർവന്റിനെ കൊണ്ട്, എടി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിരിക്കണം, ഇനി പൂവില്ല അതില്ല ഇതില്ല എന്നൊന്നും നീ പറയാൻ നടക്കരുത്. എന്നിട്ട് ജ്യോത്സ്യനെ കാണുന്നുണ്ട്. ജ്യോത്സ്യനെ കണ്ടിട്ട് പറഞ്ഞു, അതെ പൂജയുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജ്യോത്സ്യനെ പറഞ്ഞേക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ അഞ്ജനയുടെയും അജയുടെയും ജാതകങ്ങൾ കൊടുക്കുകയാണ്, ഇതൊന്ന് നോക്കി ഒന്ന് പറയണേന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ജ്യോത്സ്യർ അവിടെ വെച്ച് കവടിയൊക്കെ നിരത്തി നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല പൊരുത്തം, രണ്ടുപേരും ജാതകം നല്ല പൊരുത്തമാണ്. 10 പൊരുത്തം എന്ന് പറയും പോലെ തന്നെ നല്ല പൊരുത്തം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സൗഭാഗ്യമ്മ, ഭഗവാനെ എനിക്ക് ഒരുപാട് സന്തോഷം, എൻ്റെ മക്കളുടെ ആ ഭാവി നല്ല രീതിയിൽ ഐശ്വര്യത്തോടു കൂടി അവർക്ക് നല്ലൊരു ഭാവി നീ നൽകണേ എന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യമ്മ പ്രാർത്ഥിക്കാൻ കേട്ടോ. ഈ സമയം അവിടുത്തെ സർവന്റിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ ആ സമയം നമ്മുടെ അജയുടെ ഫ്രണ്ട് രാവിലെ തന്നെ എത്തുകയാണ്, ആൾത്തോ. അപ്പൊ ആൾത്തോ പറഞ്ഞ സമയത്ത് തന്നെ പേര് എൽദോന്നോ എന്തോ ആണ് കേട്ടോ, ഞാൻ മറന്നുപോയി. നമ്മുടെ അജയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ അജയ് രാവിലെ തന്നെ എത്തി. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, ആഹാ നീ വന്നോ, എടാ എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ പറഞ്ഞ കാര്യം എന്തേ? അപ്പൊ ചോദിക്കും, എന്ത് കാര്യം മുത്തശ്ശി? എടാ അജയുടെ വിവാഹ കാര്യം. അപ്പോഴാണ് എൽദോ ആലോചിക്കണത്, അയ്യോ ഇനിയിപ്പോ അത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പോലെ എന്നെ ഫുഡ് കഴിപ്പിച്ച് കൊല്ലിക്കുക. അല്ല മുത്തശ്ശി, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കാര്യമായിട്ട് അജയുമായിട്ട് ഒന്ന് സംസാരിക്കണം. നീ അത് വേഗം സെറ്റിൽ ചെയ്തോണോ, ഇല്ലെങ്കിൽ നിനക്ക് അറിയാലോ എന്ന് പറയാം. എന്നിട്ട് പതുക്കെ നമ്മുടെ എൽദോ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കാം, അല്ല മുത്തശ്ശി, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ പൂജയ്ക്ക്? എന്ത് പ്രശ്നം? ആദ്യടാ നിനക്കറിയില്ലേ, ഈ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്നെ ആദ്യം മാറ്റണം. എല്ലാ മതവും ഒരു ഐക്യത്തോടെ പോണം. മനുഷ്യർ കൽപ്പിച്ചേക്കണ ഓരോ ചിട്ടാവട്ടങ്ങളാണ്. നമുക്ക് ഇവിടെ അങ്ങനെയൊന്നുമില്ല, മനസ്സിലായില്ലേ? നീ നമ്മളെ കൂടെ വരണം, നമ്മുടെ മനസ്സിന്റെ പൊരുത്തമുണ്ട്, മനുഷ്യന് തമ്മിൽ ഐത്തം അതൊക്കെ പണ്ട് കാലത്ത്, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൗഭാഗ്യമ്മ കുറെ ഉപദേശം നമ്മുടെ എൽദോക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അജയ് വരുന്നുണ്ട്. ആഹാ നീ രാവിലെ തന്നെ എത്തിയോടെ എൽദോ എന്ന് ചോദിക്കണ. ഞാൻ എത്തി. എനിക്കറിയാം നീ എന്താ വന്നേന്ന്, ഉണ്ണിയപ്പവും പാൽപ്പായസവും ഒക്കെ കഴിക്കാനല്ലേ. ഒന്ന് പോടാ ഇവിടെ, നിനക്കറിയാവോ ഇന്ന് വളരെ പ്രമാണമായിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ബീരങ്കി ഉണ്ട്, അവനെ ഈ അടുത്ത ദിവസം ഒരു കൊച്ചു പെൺകുട്ടീനെ കയറി പിടിച്ചു. പിന്നെ ഞാന് നമ്മുടെ ഇന്നത്തെ ആവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വന്നു. അപ്പോഴേക്കും നമ്മുടെ സത്യ വരുന്നുണ്ട്. അപ്പൊ സത്യ പറയും, ഇത് ആരാണ്? നമ്മുടെ ഓൾദോ ആണല്ലോ, എന്തൊക്കെയുണ്ടാ വിശേഷം, നിന്നെ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് ആക്കിയുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ എന്തായി കാര്യങ്ങളൊക്കെ, നിന്റെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയുന്നുണ്ട് എന്ന് സത്യം ഒന്ന് ഒരു ചെറിയൊരു ആക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ ഭൂമി സൗഭാഗ്യപുരത്തേക്ക് കടന്നു വരികയാണ്. അപ്പൊ സൗഭാഗ്യപുരത്ത് വന്ന് കയറി ആ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ഭൂമിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്, എന്താണെന്നറിയില്ല. കാരണം വീട് ഇങ്ങനെ ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വലത് കാല് വെച്ച് കയറുമ്പം തന്നെ ഭൂമിയുടെ ഒരു മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഒക്കെ വന്നിട്ട്, ഈ വീട് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭൂമി ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ, എവിടെയാണ് എന്താണെന്നൊന്നും ഒരു പിടുത്തില്ല. എന്നിട്ടും ഭൂമി പണ്ട് എപ്പോഴോ വന്നു പോയതുപോലെയുള്ള ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭൂമി കുറച്ചു നേരം പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്ന് അവിടെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോഴാണ് ഭൂമി ഓർക്കണത്,
പാൽപ്പായസം എടുക്കാൻ മറന്നുപോയി. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ അച്യുതനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്യുതനെ വിളിച്ചിട്ട് ഒരു അച്ഛ, അമ്മയുടെ അടുത്ത് പറയും ഒരു ഓട്ടോയിൽ പെട്ടെന്ന് തന്നെ പായസം കൊടുത്തു വിടാൻ, ഞാൻ പായസം എടുക്കാൻ മറന്നുപോയി. അതിനെന്തിനടി മോളെ ഓട്ടോ, ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ അംബാസഡറിൽ ഇപ്പൊ പറന്നങ്ങ് എത്തൂലേ. എന്റെ പൊന്നച്ഛ, അച്ഛൻ വരണമെന്നില്ല, അച്ഛൻ ആ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടാൽ മതി. അത് സാരമില്ലടി മോളെ, ഞാൻ കൊണ്ടുവന്ന് തരാം. എന്നാ ശരി, പതിയെ വന്നാ മതി കേട്ടോ, പതുക്കെ വന്നാ മതി, ധൃതി ഒന്നും വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭൂമി കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്ക് അച്യുതൻ ഓക്കെ പറഞ്ഞിട്ട് ഇങ്ങ് വരേണ്ട കേട്ടോ. അങ്ങനെ പായസമായിട്ടൊക്കെ വരണം. അങ്ങനെ പായസം ആ സമയത്ത് നമ്മുടെ ഭൂമി അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ അജയ്, ആഹാ താൻ ഇവിടെ വന്നോളൂ എന്ന് ചോദിക്കും. ആഹാ, സാർ ഇവിടെയാണോ, സാർ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭൂമി അജയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അല്ല, എന്താ ഇവിടെ പരിപാടി എന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, ഇവിടത്തേക്ക് വേണ്ടുന്ന പൂജയ്ക്ക് വേണ്ടുന്ന ഉണ്ണിയപ്പം പായസമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടാ വന്നേന്ന് പറഞ്ഞു. ഓ അങ്ങനെ, എന്നാ ശരി ആയിക്കോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അവര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ജന മേളിൽ നിന്ന് നോക്കിയാണ്. കാരണം ഇത്രയും ഫ്രീ ആയിട്ട് അജയുടെ കൂടെ സംസാരിക്കുന്ന ആരാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഭൂമിയെ കണ്ടപ്പോഴത്തേക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട്. കാരണം നല്ലൊരു ഭംഗിയും അതൊക്കെ കണ്ടിട്ട് അഞ്ജനയ്ക്ക് ചെറിയ ഒരു രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അജയുടെ കൂടെ ഇത്രയും ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ എന്നുള്ളതൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിൽ നമ്മുടെ ഭൂമി അല്ല സോറി നമ്മുടെ അഞ്ജന മേളിൽ നിന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സത്യനും ഓൾട്ടയും മുത്തശ്ശിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, എൻ്റെ അഞ്ജന അല്ല സോറി എൻ്റെ അഭിരാമി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂജയിൽ എൻ്റെ മോളും കൂടെ ഉണ്ടായേനെ. എൻ്റെ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അഞ്ജനയുടെ സ്ഥാനത്ത് അഭിരാമിയാ വരേണ്ടത്, നീ വിവാഹം കഴിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഭവാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭവാനിയുടെ മനസ്സിൽ നിന്റെ മകള് ജീവനോടെ ഉണ്ടെങ്കിലല്ലേടാ എന്നോടും എൻ്റെ സാഗരേട്ടനോടും ചെയ്ത ക്രൂരതയ്ക്ക് നിനക്ക് ഇനിയും കിടക്കേടാ ശിക്ഷ എന്ന രീതിയിലൊക്കെ നമ്മുടെ ഭവാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ഒരു പിറുപിറുക്കലും വെല്ലുവിളികളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ അച്യുതൻ പായസവും കൊണ്ട് വരണം. അപ്പൊ പായസവും കൊണ്ട് വരുന്ന സമയത്ത് ഈ വീട് കാണുമ്പോൾ അച്യുതന് എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട്, ഈ വീട് എവിടെയോ ഒരു ഇതും ഒക്കെ. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ നോക്കുമ്പോഴത്തേക്ക് ആ ഭവാനി അവിടെ നിൽക്കുന്നു. അച്യുതൻ ഒരു നിമിഷം പകച്ചു പോവാണ്. എവരുടെ വീടാണോ ഇതെന്നുള്ള രീതിയിൽ അച്യുതൻ ഒരു നിമിഷം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അച്യുതൻ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പം അച്യുതൻ ഭവാനീനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭവാനി ആ സമയത്ത് മറ്റേ ആ ഒരു ഗുണ്ടാത്തലവനുണ്ടല്ലോ, അച്യുതന്റെ കാറും മറ്റു നമ്പറൊക്കെ കൊടുത്ത് അച്യുതനെ തിരക്കാൻ വിട്ട അയാളെ ഫോണിൽ വിളിച്ചിട്ട് പറയും, അതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ആ അച്യുതൻ എന്ന് പറഞ്ഞ ആള് എവിടെയാണ് താമസിക്കുന്നത്, അയാളുടെ ഭാര്യയും പിന്നെ മകള് വല്ലതും ഉണ്ടോ എന്നുള്ളത് തിരക്കണം. ആ മകൾ ഉണ്ടെങ്കിൽ എത്ര വയസ്സായി, ഒരു 10-20 വയസ്സിന് മേലുള്ള കുട്ടിയാണെങ്കിലും വേറെ ഒന്നും നോക്കട്ടെ, അവളെ അങ്ങ് തട്ടിക്കളഞ്ഞേര് എന്നൊക്കെ ഓർഡർ ഭവാനി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ അച്യുതന് ഭയങ്കര ചങ്കെടുപ്പാണ്. കാരണം വേറൊന്നുമില്ല, ഇനിയിപ്പോ എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റുമോ, കാരണം ഇവർക്കൊക്കെ ഇത്രയും പണവും ആളും ഒക്കെ ഉള്ളതല്ലേ. അതുപോലെ അച്യുതൻ അന്ന് കേട്ടായിരുന്നു ആ ഗുണ്ടയായിട്ട് സംസാരിക്കുന്നത്. അച്യുതന് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ്. അച്യുതൻ അങ്ങനെ ഒളിച്ച് നിന്നിട്ട് പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. പക്ഷെ അച്യുതൻ അവിടെ നിന്ന് മാറിപ്പോണത് ഈ ഭവാനിയുടെ കണ്ണിപ്പെടുകയാണ്. അപ്പോഴേക്കും ഭവാനി അയാളെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴേക്കും അച്യുതൻ അവിടെ ഈ ഒരു ചെറിയ ഈ ചായ്പ് പോലെയുള്ള ഒരു സ്ഥലം കെട്ടിയിട്ടുണ്ട് കേട്ടോ, അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നു. പക്ഷെ ഭവാനി വന്നിട്ട് ആ ചായ്പൊക്കെ തുറന്നു നോക്കിയെങ്കിലും അച്യുതനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഭവാനിക്ക് അച്യുതൻ തന്നെ, ഞാൻ അയാളുടെ മുഖം തന്നെ കണ്ടു, അയാൾ എന്നെ കണ്ടപ്പോ എന്തിനാ ഒളിച്ചത് എന്നൊക്കെയുള്ള ഒരു ഭയവും പേടിയൊക്കെ നമ്മുടെ ഭവാനിക്ക് വരെയാണ് കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഏകദേശം ഇന്നത്തെ ഫുൾ വിശേഷത്തിൽ വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, താങ്ക് യു, ബൈ ബൈ.